നമസ്കാരം. നമ്മുടെ അജ്ഞാതൻ ടാർഗറ്റ് തികയാത്ത വിഷമത്തിലാണെന്ന് തോന്നുന്നു. കാരണം ടാർഗറ്റ് തികയ്ക്കുവാൻ വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനും അപ്പുറത്തേക്ക് കടന്ന് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ മൈൽ സഞ്ചരിച്ച് എന്ന് കോർപ്പറേറ്റ് ഭാഷയിൽ പറയും. ഗോയിങ് എൻ എക്സ്ട്രാ മൈൽ. അത്തരത്തിൽ വളരെ ആത്മാർത്ഥതയ്ക്കും അപ്പുറത്തേക്ക് കടന്നുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് വിവരങ്ങളായി റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത്. 3 ലഷ്കർ-ഇ തയ്യബ ഭീകരന്മാരെയാണ് അദ്ദേഹം ഹോറിഫൈഡ് ആക്കിയത് വിവിധ പ്രദേശങ്ങളിൽ. 3 എണ്ണം പറഞ്ഞ ലഷ്കർ-ഇ തയ്യബ ഭീകരന്മാർ. അതിലാദ്യത്തെ ഭീകരൻ്റെ പേര് ഖാസി മുംതാസ് എന്നാണ്. ഈ ഖാസി മുംതാസ് നിസ്സാരക്കാരനല്ല. ലഷ്കർ-ഇ തയ്യബയിൽ ഹാഫിസ് സയ്യിദുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരു ഭീകരവാദിയാണ്. തന്നെയുമല്ല, ഈ കാഫിറുകളെ കൊന്നൊടുക്കുന്നതിൽ വീരനായതുകൊണ്ട് ഗാസി എന്ന പദവി നൽകി ബഹുമാനിക്കപ്പെട്ട പുരസ്കൃതനായ ഒരു ഹൂറിയാശകനാണ്. ഈ ഹൂറിയാശകനെ അയാളുടെ വസതി പാകിസ്ഥാനിൽ അപ്പർദീറിലെ ബരാഹാവാളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തിനടുത്ത് അജ്ഞാതമായ സാഹചര്യങ്ങളിൽ, ഇപ്പോൾ അത് കൃത്യമായ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് അവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ പുറത്തുവിട്ടിട്ടില്ല, ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടുകയായിരുന്നു. സാഹചര്യവും അജ്ഞാതം, മരണത്തിൻ്റെ കാരണവും ദുരൂഹം. അത്തരത്തിൽ മരണപ്പെട്ട രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. ഇനി അദ്ദേഹമെന്ന് ഞാൻ വിളിക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട, അദ്ദേഹമെന്ന് ഇദ്ദേഹം എന്നുള്ള രീതിയിൽ ഒരു ഹൂറിയാശകന് കൊടുക്കുന്ന ബഹുമാനമായ ഡബിൾ കോട്ട്സിൽ കണ്ടാൽ മതി. അയാൾക്കുള്ള എന്ന് തിരുത്താം. അയാളുടെ ശവസംസ്കാരം അയാളെ കുഴിച്ചിടുന്നത് ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സംഭവമേ ഉണ്ടായില്ല, കുഴിച്ചിട്ടില്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് പുറത്തുവിടുന്നത് നാണക്കേടാണെന്ന് മാത്രമല്ല, ഈ ദുരന്തർ പോലുള്ള ചലച്ചിത്രങ്ങൾ ഇറങ്ങിയതിന് ശേഷം പാകിസ്ഥാനിൽ എല്ലാവരെയും സംശയമാണ് ആരാണ് ദുരന്തർ എന്നുള്ള സംശയം. അജ്ഞാതൻ്റെ ജോലി തുടർന്ന് സന്തോഷത്തോടുകൂടി പാട്ടും പാടി പാകിസ്ഥാനിൽ വിഹരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ആളിലേക്ക് വന്നാൽ, ബഹാവൽപൂരിലെ കമാൻഡറുടെ സഹോദരനായിരുന്നു. ബഹാവൽപൂർ പ്രദേശത്തെ ലഷ്കർ-ഇ തയ്യബയുടെ കമാൻഡറുടെ സഹോദരനാണ് വധിക്കപ്പെട്ട മുഹമ്മദ് ഖുസൈമ ഖാസിം. ഈ മുഹമ്മദ് ഖുസൈമ ഖാസിമിനെ ആളുകൾ ഹിറ്റ് ആൻഡ് റൺ പോലെ ബൈക്കിലെത്തി വെടിവെച്ച് കൊന്നിട്ട് പോവുകയായിരുന്നു. അത് അജ്ഞാതൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയറാണ്. ഈ ബൈക്കിലെത്തി വെടിയുതിർത്ത് ആളെ ഹോറിഫൈഡ് ആക്കി പോവുക എന്നുള്ളത്. അയാളും ഹോറിഫൈഡായി. ഈ കഴിഞ്ഞ 48 മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. മൂന്നാമത്തെ ആൾ ലഷ്കർ-ഇ തയ്യബയുടെ സജീവ ഓപ്പറേറ്ററായിരുന്ന, പ്രത്യേകിച്ച് ഈ ഭാരതത്തെ ലക്ഷ്യമിട്ടുള്ള അവരുടെ പല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ചിരുന്ന, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ചിരുന്ന ഖാലിദ് ബഷീർ എന്ന വ്യക്തിയാണ്. ഖാലിദ് ബഷീർ എവിടെ വെച്ച് എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. കാരണം ഖാലിദ് ബഷീറാണ് ഏറ്റവും അവസാനം ഹോറിഫൈഡ് ആയത്. ഈ വ്യക്തി എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഏതാണ്ട് പാകിസ്ഥാനിലെ നിയമ സംവിധാനങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്, പാകിസ്ഥാനിലെ മാധ്യമങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട്. സ്ഥലം, എങ്ങനെ കൊല്ലപ്പെട്ടു, ഹോറിഫൈഡ് ആക്കിയത് വെടിവെച്ചിട്ടാണോ അതോ മറ്റേതെങ്കിലും രീതിയിലാണോ, കൈ കൊടുത്ത് സൈനൈഡ് കയറ്റിയാണോ, അല്ലെങ്കിൽ ഡിലൈതൈൽ മെർക്കുറി എന്നുള്ള രാസവസ്തു കയറ്റിയാണോ, അത് ദുരന്തറിലുള്ളൊരു പ്രയോഗമാണ്. അത്തരത്തിൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അജ്ഞാതൻ ടാർഗറ്റ് തികയ്ക്കുവാനുള്ള ഓട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നത് അജിത് ഡോവൽ ഇത്തവണ പിടിച്ച് കുടഞ്ഞിട്ടുണ്ടാകണം എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം. ഈ അജ്ഞാതൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ അതൊരു വാർത്തയെ അല്ലാതായിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്കുള്ളിൽ ലഷ്കർ-ഇ തയ്യബയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട നിരവധി ഭീകരന്മാർ തുടരെ ഹോറിഫൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അജ്ഞാതൻ്റെ ഈ പ്രവർത്തികൾ ഒരു വാർത്തയെ അല്ലാതായിരിക്കുന്നു. ഇപ്പോൾ ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള കാരണം, ഇനി വരും ദിവസങ്ങളിൽ ഈ വാർത്തകൾ പല സോഷ്യൽ മീഡിയകളിലൂടെ അത്യധികം സന്തോഷത്തോടുകൂടി ആളുകൾ പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ ആ വാർത്തകൾ വായിക്കുക, അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ കാണുക. ചിത്രങ്ങളെല്ലാം താമസിയാതെ പുറത്തു വരും. തത്വമയി ന്യൂസിന് തന്നെ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗ്രാഫിക് വയലൻസിൻ്റെ ഒരു തോതനുസരിച്ച് പ്രേക്ഷകരുമായി അത് പങ്കുവയ്ക്കുവാൻ സാധിക്കുമോ എന്ന് നോക്കി ശ്രമിക്കാം, തീർച്ചയായും ശ്രമിക്കാം. പറഞ്ഞു വന്നത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം ഈ വാർത്തകൾ നിങ്ങൾ കാണുമ്പോൾ വാർത്തകൾ വായിക്കുക, സന്തോഷിക്കുക. പക്ഷേ അതിലും അധികം സന്തോഷം നിങ്ങൾക്ക് തരുന്നൊരു കാര്യം, പക്ഷേ സന്തോഷത്തോടൊപ്പം ഒരല്പം ജാഗ്രത പുലർത്തേണ്ട ഒരു മുന്നറിയിപ്പായി നിങ്ങളുടെ മുൻപിൽ എത്തുവാൻ പോകുന്നൊരു കാര്യം, അല്ലെങ്കിൽ കാര്യങ്ങൾ അതിന് താഴെ വരുന്ന കമൻറ്റുകളായിരിക്കും. ഒരു കമൻറ്റിൻ്റെ പല രീതിയിലുള്ള ഒട്ടിപ്പുകൾ നിങ്ങൾക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കീഴിൽ, ഇത്തരത്തിലുള്ള വാർത്തകളുടെ കീഴിൽ കാണുവാൻ സാധിച്ചേക്കും. ഒരു സ്വതന്ത്ര രാജ്യത്ത് കടന്നു കയറി അവിടെ
ഉള്ള പൗരന്മാരെ കൊല്ലുന്നത് ഇന്ത്യക്ക് എത്ര ആശാസ്യകരമായൊരു പ്രവൃത്തിയാണോ? അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പേരിനത് ദോഷം ചെയ്യില്ലേ? അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് അത് ദോഷം ചെയ്യില്ലേ? ഇങ്ങനെയൊക്കെയാണോ കൊല്ലേണ്ടത്? അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് എന്നാലും ഞമ്മൻ്റെ പാകിസ്ഥാനിയെ ഹോറിഫൈഡ് ആക്കിയല്ലോ എന്നുള്ള കരച്ചിലാണ്. പക്ഷേ ഭാരതത്തിൻ്റെ ഈ ഒരു പ്രവൃത്തിക്കെതിരെ, അതായത് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഭാരതം, ഭരണത്തിന് കീഴിലുള്ള ഭാരതം തെറ്റായ പ്രവൃത്തികൾ ചെയ്ത് ലോകത്തിൻ്റെ മുൻപിൽ പ്രതിച്ഛായ മോശമാക്കുന്നു എന്ന തരത്തിലുള്ളൊരു പ്രചരണം പല രീതിയിൽ, അതിൻ്റെ പല വേർഷനുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളത് ഒരു പ്രവചനമായി ഞാൻ പറയുകയാണ്. പ്രേക്ഷകർ ചെയ്യേണ്ട ഒരു കാര്യം, അത്തരത്തിലുള്ള പ്രവചനങ്ങൾ കാണുകയാണെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവചനങ്ങളുടെ ഒരു സാരാംശം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഇതൊരു രസകരമായൊരു കൗതുകകരമായിട്ടുള്ള കരച്ചിലാണ്. ഈ കരച്ചിൽ കേൾക്കുന്നത് നമുക്കിഷ്ടമാണ്. കാരണം ഈ ജിഹാദികളുടെ പിന്തുണക്കാരുടെയും കുഴലൂത്തുകാരുടെയും നിലവിളി ശബ്ദം കേൾക്കുന്നത് നമുക്കെല്ലാം ആസ്വാദ്യകരമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഈ കുഴലൂത്തുകാരും ഇത്തരത്തിലുള്ള കരച്ചിലുകാരും നമ്മുടെ ഇടയിലാണ് വസിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവും നമുക്കുണ്ടാവണം. ആ ഒരു ജാഗ്രതയും ഉണ്ടാകണം. കാരണം ഈ കുഴലൂത്തുകാരൊക്കെ നാളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യഥാർത്ഥ ജിഹാദികളായി പരിവർത്തനം ചെയ്യപ്പെട്ടേക്കാം. കാരണം ഇപ്പോൾ ഭാരതത്തിനുള്ളിൽ ഈ സ്ലീപ്പർ സെല്ലുകളായി കഴിയുന്ന, അല്ലെങ്കിൽ ജിഹാദികളുടെ പിന്തുണക്കാരായി ഒരു വിധത്തിലുള്ള ഭീകര സംഘടനകളുമായി നേരിട്ടിപ്പോൾ ബന്ധമില്ലാത്ത കുഴലൂത്തുകാർ ആയി കഴിയുന്ന ആളുകളെല്ലാം തന്നെ നാളത്തെ പൊട്ടൻഷ്യൽ ജിഹാദികളാണ്. ഉമർ നബിയെയൊക്കെ പോലെ ഈ റസീനിൽ നിന്ന് രാസവസ്തു വേർതിരിച്ചെടുത്ത് വലിയ കൂട്ടക്കൊലയ്ക്ക് ആസൂത്രണം ചെയ്ത ഡോക്ടർമാരെ പോലെ ഡോക്ടർമാരെല്ലാം ഈ പറയുന്ന ഗുജറാത്തിൽ നിന്ന് പിടിയിലായ സംഘം പരിശീലനം നേടിയവരായിരുന്നു. ഉമർ നബിയെ പോലുള്ളവർ നേരിട്ട് ബന്ധപ്പെട്ട് ഒരു 6 മാസത്തിനുള്ളിൽ ഭീകരവൽക്കരിക്കപ്പെട്ടവരാണെന്ന് കരുതപ്പെടുന്നു. പക്ഷേ അല്ലാതെ തന്നെ പെട്ടെന്ന് ഭീകരവാദത്തിന് സമ്മതിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘം ഇയാളുമായിട്ട് ബന്ധപ്പെടുകയാണ്, ഈ കുഴലൂത്തുകാരനിൽ ഒരുവനുമായി ബന്ധപ്പെടുകയാണ്, നീ നമ്മുടെ ദീനിനു വേണ്ടി പൊരുതാൻ ഉറച്ചവനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, നല്ലത്, നിനക്ക് ഹോറിഫൈഡ് ആകാൻ താല്പര്യമുണ്ടോ, അവിടെ പോയി പൊട്ടിത്തെറിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പം ഈ ഒരു കുഴലൂത്തുകാരിൽ നിന്ന് ജിഹാദിയായി വളരുന്ന പ്രക്രിയ പൂർത്തിയാക്കുവാൻ യോഗ്യതയുള്ള വ്യക്തികളാണ് ഈ കരച്ചിലുകാരെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ രസകരമായ അവരുടെ കരച്ചിൽ ആസ്വദിക്കുന്നതിനോടൊപ്പം ഒരു ജാഗ്രത പുലർത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈ കമൻറ്റുകൾ നമ്മെ ഓർമ്മിപ്പിക്കണം. ഒപ്പം ആ കമൻറ്റുകളുടെ സാരാംശങ്ങളും നിങ്ങളുടെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും അജ്ഞാതന് നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കുമെന്നുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി തീർച്ചയായും പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.